ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന സൂചന. അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്ന് അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും വരെ വേടന് ഒളിവിൽ തുടരാൻ അവസരമൊരുക്കുകയാണ് പോലീസ്. വിവാഹ വാഗ്ദാനം നൽകി റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി തുടർച്ചയായി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് താൽപ്പര്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് നീട്ടാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമേലുള്ള സമ്മർദ്ദം. ഒളിവിൽ തുടരുന്ന വേടന് സംരക്ഷണം ഒരുക്കുന്നതും ഉന്നത കേന്ദ്രങ്ങളാണെന്നാണ് സൂചന. നേരത്തെ ലഹരി കേസും പുലിപ്പല്ല് കൈവശം വെച്ച കേസും ഉണ്ടായിരുന്നപ്പോഴും ഇടതു വലതു മുന്നണി നേതാക്കളിൽ ചിലരും മറ്റു സംഘടിത കേന്ദ്രങ്ങളും വേടന് കവചമൊരുക്കി രംഗത്തുണ്ടായിരുന്നു. വേടൻ കേരളം വിട്ടിട്ടില്ലെന്നാണ് പോലീസും കരുതുന്നത്. എന്നാൽ വ്യാപക തെരച്ചിൽ നടത്തി പ്രതിയെ കണ്ടെത്താനുള്ള താൽപ്പര്യം സമ്മർദ്ദങ്ങളിൽ കുരുങ്ങി പോലീസിനുമില്ല. പരാതി നൽകിയ യുവതിക്കെതിരെ ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്നും ഇവരുടെ വീട്ടിൽ ചിലർ അതിക്രമിച്ചു കയറിയെന്നും അഭിഭാഷക വെളിപ്പെടുത്തിയിരുന്നു. ഇതിലും കാര്യമായ അന്വേഷണമില്ല. 2021-2023 കാലത്ത് പലതവണയായി പല സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നായിരുന്നു യുവ ഡോക്ടർ പരാതിപ്പെട്ടത്. തുടർച്ചയായ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളിലായിരുന്നു കേസെടുത്തത്. എന്നാൽ പരാതിയുടെ ഗൗരവം ഉൾക്കൊണ്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. ജനം, കൊച്ചി. ജിജീഷ് കരുണാകരൻ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, വ്യക്തമാണ് പോലീസ് സംരക്ഷണത്തിലാണോ വേടൻ ഉള്ളത്? ഈ ഒളി സങ്കേതമൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ സംരക്ഷണം ഒരുക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കണമോ? അങ്ങനെ തന്നെയല്ലേ റിപ്പോർട്ടും പറയുന്നത് ജിജീഷിന്റെ? അനു, തീർച്ചയായും ഇവിടെ കാണാൻ കഴിയുന്നത് പോലീസിന്റെ സംരക്ഷണത്തിൽ, ഉന്നത കേന്ദ്രങ്ങളുടെ സംരക്ഷണയിൽ തന്നെ വേടൻ എന്ന പ്രതി മുന്നോട്ട് പോകുന്നു. അവിടെ സുരക്ഷിതനായി കഴിയുന്നു. പോലീസിന് പിടികൊടുക്കാതെ അല്ലെങ്കിൽ പൊതു സമക്ഷം മുന്നിലെത്താതെ തന്നെ ഒളിവിൽ കഴിയുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം വേടനെ എല്ലാ ഘട്ടത്തിലും കൃത്യമായി സംരക്ഷിക്കാൻ ആസൂത്രിത നീക്കങ്ങളുണ്ടായിരുന്നു. അതിന് ഉന്നതരായ ആളുകൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന കാഴ്ച പല ഘട്ടങ്ങളിലും കണ്ടു. അതുതന്നെയാണ് ഈ ബലാത്സംഗ കേസിലും വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത്. കാരണം നേരത്തെ ലഹരി കേസിലും ഒപ്പം തന്നെ പുലിപ്പല്ല് കൈവശം വെച്ച കേസിലുമായിരുന്നു പ്രതി ചേർക്കപ്പെട്ടിരുന്നത് എങ്കിൽ അവിടെ ആ സമയങ്ങളിലെല്ലാം തന്നെ കൃത്യമായി വേടന് സംരക്ഷണം ഒരുക്കുക മാത്രമല്ല വേടനെ ന്യായീകരിക്കാനും വേടനെ പിന്തുണയ്ക്കാനും ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ഒരു വിരോധാഭാസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. എന്നാൽ ഇവിടെ ബലാത്സംഗ കേസിലെ ഇരയ്ക്ക് നീതി ലഭിക്കാൻ, അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്ന ഒരു ചിന്ത പോലും ഇല്ലാതെ കൃത്യമായി വേടൻ സംരക്ഷിക്കപ്പെടുകയാണ്. കാരണം ഈ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വേടൻ എവിടെ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അയൽ സംസ്ഥാനങ്ങളിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പോലും കൃത്യമായി എവിടെയെല്ലാം അന്വേഷണം എത്തുന്നു അല്ലെങ്കിൽ എങ്ങോട്ടെല്ലാമാണ് തങ്ങൾ അന്വേഷിക്കുന്നത് എന്നതിന് പോലീസിന് മറുപടിയുമില്ല. കാരണം സംസ്ഥാനത്തിനകത്ത് ശശികല ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ വേടൻ ഒരുക്കുന്ന സംരക്ഷണം നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിരുന്നു. ഈ ലഹരി കേസിലൊക്കെ എപ്രകാരമാണ് വേടന് ഇടത് മാത്രമല്ല വലതുപക്ഷവും ഇത്തരത്തിൽ സംരക്ഷണം നൽകിയത് എന്ന് നമ്മൾ കണ്ടിരുന്നു. അന്ന് പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ റാപ്പർ വേടനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞ് വന്നത് യൂത്ത് കോൺഗ്രസ് ആണ്. ഇനി CPM എപ്രകാരമായിരുന്നു അന്ന് പിന്തുണ നൽകിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു പീഡന കേസ് റാപ്പർ വേടനെതിരെയുണ്ട്. അതിൽ സാമ്പത്തിക തട്ടിപ്പുണ്ട്, ഗുരുതരമായ വകുപ്പുകളുണ്ട്. എന്നിട്ടും റാപ്പർ വേടൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോലീസിനാകുന്നില്ല. അല്ലെങ്കിൽ സമാജത്തിൽ പ്രത്യേകമായ സാമൂഹ്യ പരിരക്ഷ നേടുന്ന വിഭാഗങ്ങളോടൊക്കെ നമ്മൾ പരിഗണനയുണ്ട് എന്ന് പറയുമ്പോഴും ആ പരിഗണനയിലും മറ്റു ചില പരിഗണനകൾ കടന്നുകൂടുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിയമങ്ങളും അതുപോലെ തന്നെ ഭരണകൂടവും മറ്റു നമ്മൾ പൊതുപ്രവർത്തകരും എല്ലാം സ്ത്രീപക്ഷത്തോട് ചേർന്നാണ് നിൽക്കേണ്ടത്. അവരൊരു പരാതി കൊടുത്തു, അത് സത്യമാണോ അല്ലയോ എന്താണോ അതിൽ എത്രത്തോളം ഇത് കോടതിയാണ് തെളിയിക്കേണ്ടത്. അപ്പൊ അവർ കൊടുത്ത പരാതിക്ക് അതിൻ്റെതായ വിലയുണ്ടായിരിക്കണം. അത് അല്ലാതെ നമ്മൾ സ്ത്രീപക്ഷ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ സ്ത്രീകളോടൊപ്പം എന്നൊക്കെ പറയുന്ന സ്ത്രീപക്ഷ അല്ലെങ്കിൽ സ്ത്രീപക്ഷ രാഷ്ട്രീയം കേരളത്തിന്റെ പ്രത്യേകതയാണ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലൊരു സ്ത്രീ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിന് പറയുന്ന ഒരു ഇരയെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതൊക്കെ വെറുതെയാണ്.
ആരുമില്ല, നമുക്ക് താനും പിറക്കി തൂണും എന്നൊരവസ്ഥയാണ്. അത് സ്ത്രീ ആയാലും സാമൂഹ്യ പരിരക്ഷ കിട്ടുന്ന വിഭാഗമായാലും ആരായാലും എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇവർക്കൊക്കെ തന്നെ സംഘടിതമായ വിഭാഗങ്ങളെ വോട്ടെങ്ങനെയോ അതിനനുസരിച്ചാണ് നിയമമൊക്കെ ഉണ്ടാക്കി പോകുന്നത്. ഇനി അതുമല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അത് വ്യക്തികളാകാം, അവർക്ക് പ്രത്യേകമായ രാഷ്ട്രീയ പിൻബലമൊന്നും കിട്ടാൻ സാധിച്ചില്ലെങ്കിൽ ഒരു കേസിലും നീതി കിട്ടില്ല എന്നാണ് ഇതിനൊക്കെ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ടീച്ചർ, ഈ നാള് മുൻപ് ഈ ലഹരി കേസും വനംവകുപ്പ് വേടനെതിരെ ചുമത്തിയ കേസിലേക്കും കൂടി ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് എത്താം. കാരണം അന്ന് ഒരു കാരണവശാലും വേടനെ വേട്ടയാടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇപ്പോഴും ആ സംരക്ഷണത്തിൽ തുടരുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? ഇവിടെ വേട്ടയാടേണ്ട വിഷയമില്ലല്ലോ. കാരണം അന്വേഷിച്ചാൽ ആര് നിരപരാധിയാണെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതല്ലേ നമ്മുടെ നിയമ സംവിധാനം. പിന്നെ എങ്ങനെയാണ് ഇത് വേട്ടയാടുക എന്ന് പറയുന്നത്? മയക്കുമരുന്ന് കൃത്യമായി പിടിച്ചതല്ലേ, താൻ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം കൺഫസ് ചെയ്തതാണ്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ചതിയിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ കുടുക്കിയതാണോ, ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെ തുറന്നു പറഞ്ഞാണല്ലോ കയ്യിൽ നിന്നല്ലേ പിടിച്ചത്. അപ്പൊ ഇതെല്ലാം നടന്ന സംഭവമാണ്. പിന്നീട് നിരപരാധിയാണ് എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ ഇത് അത്ര കുഴപ്പമുള്ളതല്ല, ഇതിന്റെ തീവ്രത അളക്കേണ്ടത് കോടതിയല്ലേ. അതിലെത്തുന്നതിന് മുമ്പ് രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ പിൻബലം നൽകുന്നത് നാട് നന്നാകരുത് എന്നുള്ള മോഹം കൊണ്ടാണ്. ചെറുപ്പക്കാർ വഴിതെറ്റി പോകണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. കാരണം ബുദ്ധിയും ബോധമുള്ള ചെറുപ്പക്കാരൊന്നും ഇവരുടെ രാഷ്ട്രീയത്തെ പിൻപറ്റില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ഇങ്ങനെ വഴിവിട്ട ലൈംഗിക കേളികളിലും അല്ലെങ്കിൽ മയക്കുമരുന്നിലും ഒക്കെ മുങ്ങിക്കിടക്കണം. ഈ നാടിന്റെ സംസ്കാരം നശിപ്പിച്ചേ ഇവർക്കൊക്കെ അതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇവർ ഈ കൃമികീടങ്ങളെ പോലെയാണ്. അവർക്ക് അഴുക്കിലും വിസർജ്യത്തിലും ഒക്കെ അല്ലേ വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ തരത്തിൽ നാടിനെ അതിന്റെ ശരിയായ പോക്കിനെ എങ്ങനെയൊക്കെ അഴുക്കിലേക്ക് തള്ളിവിടാമോ അതിനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി കെ പി ശശി ടീച്ചർ പ്രതികരിച്ചതിന്. ജിജീഷിലേക്ക് വീണ്ടും എത്തുന്നു. ജിജീഷ്, ഇതാണ് അന്ന് കേസുകളിൽ പെട്ടപ്പോൾ വേടനെ സംരക്ഷിച്ചത് പൊതുജന മധ്യത്തിൽ വെച്ചായിരുന്നു. വേടനെ മാതൃകയാക്കണം എന്ന് വരെ സ്വയം പരിഹാസ്യരായി പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതുമാണ്. അനു, അവിടെ ഇടത് വലത് മുന്നണി വ്യത്യാസങ്ങളില്ലാതെ ആയിരുന്നു അവിടെ വേടനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത്. വേടൻ നിരപരാധിയാണ്, വേടനെ വേട്ടയാടുന്നു എന്ന കാര്യമായിരുന്നു വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല വേടൻ അത് കൃത്യമായി തൻ്റെ കുറ്റങ്ങളിൽ നിന്ന് തന്നെ സംരക്ഷിക്കാൻ ഒരു വലിയ വിഭാഗം മുന്നിട്ട് വരുന്നു എന്ന് കണ്ടതോടുകൂടി തന്നെ വേടൻ കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. വേടൻ തന്നെ പല വേദികളിലും അത് പിന്നീട് പറയുകയും ചെയ്തു. ഈ കേസുകൾ തനിക്ക് ഗുണമായി, തൻ്റെ പ്രചാരം വർദ്ധിച്ചതേയുള്ളൂ, തനിക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ കിട്ടിത്തുടങ്ങി, സ്റ്റേജ് പ്രോഗ്രാമുകൾ കിട്ടിത്തുടങ്ങി, താൻ കൂടുതൽ പ്രശസ്തനായി എന്ന രീതിയിലേക്ക് വേടൻ പറയുന്ന നില വരെ എത്തി. കാരണം ആ നിലയിലേക്ക് എത്തിച്ചത് വേടൻ ഏത് കൃത്യം ചെയ്യുമ്പോഴും അവിടെ വേടനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വേടൻ ഉയർത്തുന്ന ചില വാദങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്ന പേരിൽ അത് പ്രചരിപ്പിക്കാനെല്ലാം രംഗത്ത് വരുന്ന ആളുകൾ തന്നെയായിരുന്നു പ്രധാനമായും അവിടെ വേടനെ സംരക്ഷിക്കാനുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം വേടൻ നേരിടുമ്പോൾ പോലും വേടൻ എതിരെ ശബ്ദിക്കാനോ അല്ലെങ്കിൽ ആ യുവതിക്ക് നീതി ലഭിക്കണം, അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്ന് പറയാനോ ഈ കോണുകൾ ഈ ഘട്ടത്തിൽ പോലും തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. എങ്ങനെയാണോ നേരത്തെ ലഹരി കേസിലും ഒപ്പം തന്നെ മറ്റ് പുലിപ്പല്ലി കേസിലും വേടനെ സംരക്ഷിക്കാൻ തങ്ങൾ രംഗത്ത് വന്നത്, അതേ ആർജവത്തോടുകൂടി ബലാത്സംഗ കേസിലും വേടൻ സംരക്ഷിക്കപ്പെടണമെന്ന താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോവുകയായിരുന്നു ഈ ഗ്രൂപ്പുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇടത് വലത് മുന്നണിയുടെ നേതാക്കളാണെങ്കിലും സംഘടിത ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാം തന്നെ അത്തരത്തിൽ വേടനെ സംരക്ഷിച്ചു മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസിന് ലഭിച്ചിരിക്കുന്ന കൃത്യമായ നിർദ്ദേശം. ഹൈക്കോടതി ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെയും വേടനെ പിടികൂടേണ്ടതില്ല. എന്നാൽ ഹൈക്കോടതി തന്നെ മുമ്പ് പല കേസുകളിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അറസ്റ്റ് തടഞ്ഞിട്ടില്ല എങ്കിൽ അറസ്റ്റ് പരിഗണിക്കുന്നത് വരെ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ പോലീസിന് നടപടികൾക്ക് കാത്തു നിൽക്കേണ്ടതില്ല. മാത്രമല്ല അത്തരത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് എങ്കിൽ യാതൊരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളും അതിന് മുന്നിലില്ല എന്നിരിക്കെ 18-ാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് വേണ്ട എന്ന നിലയിലേക്ക് വേടനെ ഒളിവിൽ തുടരാൻ സംരക്ഷണം നൽകുന്നത് ചില പോലീസ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന ഇതിന്റെ മറുവശം കൂടിയാണോ ജിജീഷ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്? അതായത് നമുക്കറിയാം പല കേസിലും
ഈ തെളിവുണ്ടാക്കിയ കേരള പോലീസാണ്. കേരള പോലീസിന് കഴിവില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പല നിർണായക കേസുകളും തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഇപ്രകാരമായിരുന്നു കേരള പോലീസിൻ്റെ പ്രവർത്തനം എന്നതും. പക്ഷേ ഇത്തരം കേസുകൾ വരുമ്പോൾ സമ്മർദ്ദത്തിലാവുകയാണോ പോലീസിലെ ഒരു വിഭാഗമെങ്കിലും? ഈ കുറച്ചുനാൾ മുമ്പ് കുറച്ചു കാലം പഴകിയ 2 കേസുകളിലേക്ക് കൂടി നമുക്കിപ്പോൾ ഒന്ന് പോയിട്ട് വരാം ജിജീഷ്. കാരണം അത് എറണാകുളം കേന്ദ്രീകരിച്ച് നടന്നത് തന്നെയാണ്. നിസ്സാരമായ 2 കേസ് എന്ന് എഴുതി തള്ളാനും കഴിയില്ല. വ്യാജ സർട്ടിഫിക്കറ്റ് കേസും വ്യാജ രേഖ ചമച്ചുണ്ടാക്കിയ കേസിലും പ്രതിസ്ഥാനത്ത് വന്നത് കെ വിദ്യ, PM ആർഷോ എന്ന യുവ സംഘടനാ നേതാക്കൾ. ഇവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിട്ടും അല്ലെങ്കിൽ കേസ് എടുക്കാൻ പോലീസ് എപ്രകാരമാണ് വൈകിയത്? ഇവരെ പിടികൂടാനാവാതെ പോലീസ് നിൽക്കുകയുണ്ടായി. ഇവരെ തേടിപ്പാഞ്ഞു, എല്ലാ ജില്ലകളിലും അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. പ്രത്യേകിച്ചും കെ വിദ്യയുടെ കാര്യം വരുമ്പോൾ അന്ന് നിസ്സഹായരായി നിൽക്കുന്ന കേരള പോലീസിനെ നമ്മൾ കാണുകയുണ്ടായി. ചിലരുടെ കാര്യത്തിൽ മാത്രം പോലീസിന് എന്തുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല? എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല? അനു, ഇത്തരം കേസുകളിലെല്ലാം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഈ ആളുകൾക്കുള്ള വലിയ ഒരു സ്വാധീനം തന്നെയാണ് ഇതിനെല്ലാം തന്നെ കാരണമായി വരുന്നത്. കാരണം നേരത്തെ വ്യാജരേഖ ചമച്ച കേസിലടക്കം അവിടെ സംരക്ഷിക്കപ്പെടുകയായിരുന്നു, പ്രതികൾ സംരക്ഷിക്കപ്പെടുന്നു. SFI നേതാക്കൾക്കടക്കം പങ്കാളിത്തം വ്യക്തമായ അത്തരമൊരു കേസിൽ നിരന്തരമായി തന്നെ അവിടെ പ്രതിയേർക്കപ്പെട്ട ആളുകൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. വിദ്യയുടെ സംഭവത്തിലും അതുതന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സംരക്ഷിക്കാൻ സംഘടിതമായി മുന്നിട്ടിറങ്ങാനും തന്നെ ആളുകളുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതുതന്നെയാണ് വേടന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. കാരണം വേടനെ എതിരെ നീങ്ങാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ല. അതുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകിയിരിക്കുന്നു. സംസ്ഥാനത്തിന് അകത്ത് തന്നെ വേടൻ സുരക്ഷിത കേന്ദ്രത്തിൽ ഉണ്ട് എന്നത് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്നാൽ ആ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലാനോ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പേരിനൊരു പരിശോധന നടത്തിക്കൊണ്ട് വേടന്റേതെന്ന് പോലും ഉറപ്പിക്കാത്ത ഒരു മൊബൈൽ ഫോണുമായി പോലീസ് പോയി എന്നതിനപ്പുറം ആ ഒരു സെർച്ചിന്റെ പേരിൽ, ആ ഒരു റെയ്ഡിന്റെ പേരിൽ വലിയ പ്രചാരണം നടത്തി എന്നതിനപ്പുറം വേടനെ കണ്ടെത്താനുള്ള യാതൊരു ശ്രമവും പോലീസ് ഇതുവരെ നടത്തിയിട്ടില്ല. അതിനൊരു കാരണം എന്ന് പറയുന്നത് കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വേടൻ സംരക്ഷിക്കപ്പെടണം, ഈ വേടന്റെ അറസ്റ്റ് ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ അതേ സമയത്ത് തന്നെ വേടൻ എത്രയോ കാലം അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്നു, അത്രയും സമയം വലിയ സമ്മർദ്ദത്തിൽ കഴിയുന്ന ഒരു അതിജീവിതയുണ്ട് മറുഭാഗത്ത്. കാരണം കഴിഞ്ഞ ദിവസം അവരുടെ അഭിഭാഷകർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു, ചില ആളുകൾ തങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. തങ്ങളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ അതിജീവിതയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നു. അതിജീവിതയെ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനുമപ്പുറം അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പോലും തങ്ങൾ ഭയക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പത്രാധിപർ ശ്രീ NR മധു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മധു, വേടൻ എവിടെ എന്നതിന് കേരള പോലീസിന് ഒരു തുമ്പുമില്ല, ഒരു അറിവുമില്ല. അല്ല, അത് എന്താ വെച്ചാല് വേടൻ ഇപ്പോ ഒരു സ്റ്റേറ്റ് സ്പോൺസർഡ് പേഴ്സണാലിറ്റിയാണ്. അപ്പോ സ്റ്റേറ്റിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയായി വേടൻ മാറിയല്ലോ. അപ്പൊ അതുകൊണ്ട് വേടന്റെ ബലാത്സംഗ കേസ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ബലാത്സംഗമാണ്. പാർട്ടി സെക്രട്ടറിയും പറഞ്ഞു വേടൻ ഞങ്ങളുടെ ആളാണ്. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതാണല്ലോ കേരളത്തിലെ പൊതുവെ ഒരു അവസ്ഥ. എന്ന് മാത്രമല്ല, പോലീസുകാർക്ക് നല്ല തിരക്കുണ്ട് ഇപ്പോൾ. കാരണം കൊടിസുനിമാരുടെ ഒപ്പം പാനോത്സവം, മധുരോത്സവം ഒക്കെ സംഘടിപ്പിക്കുന്ന തിരക്കിലാണല്ലോ. മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന കൊടും ക്രിമിനലിനോടൊപ്പം കള്ളു കുടിക്കാൻ നടക്കുന്ന പോലീസുകാർക്ക് വേടനെ അറസ്റ്റ് ചെയ്യാൻ അവിടെ സമയം ഉണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തില്. ശ്രീ മധു, അത് മാത്രമല്ല, നമ്മൾ ഈ വേടനെതിരായ ലഹരി കേസും വനംവകുപ്പ് ചാർത്തിയ കേസും ഒക്കെ വന്നപ്പോൾ പ്രതികരിക്കാൻ ഓടിയെത്തിയതെന്ന് CPM, യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ വേടനെതിരെ ഒരു സ്ത്രീ പീഡന പരാതി മാത്രമല്ല, സാമ്പത്തിക തട്ടിപ്പ് കേസുണ്ട്. ഇനി ഗുരുതരമായ വകുപ്പുകൾ ചുമത്താവുന്ന മറ്റ് ആരോപണങ്ങളൊക്കെയുണ്ട്. ആ കേസൊന്നും അറിഞ്ഞ മട്ടേയില്ല. അല്ല, അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ദേശവിരുദ്ധമായ, സാമൂഹ്യ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അങ്ങേയറ്റം പരിരക്ഷ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. ഇപ്പം കൊടിയ വർഗീയതയും മതവിദ്വേഷവും പ്രചരിപ്പിക്കുന്ന പാട്ടുകളാണല്ലോ വേടൻ പാടിയത്. ആഷിഫയുടെ അരയുടയ്ക്കുന്ന ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ഹിന്ദു സമൂഹത്തിന് മതവികാരമൊന്നുമില്ലേ? ഇത് അഹമ്മദിന്റെ പേരിലാണെങ്കിൽ ആഷിഫിനോട് അരയുടയ്ക്കുന്ന അഹമ്മദ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും DYFIക്കാരനും ഒക്കെ ഇവിടെ ഇളകി പറയുമായിരുന്നല്ലോ.
അപ്പൊ എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ ജനം ഒഴികെയുള്ള ചാനലുകാരുടെ ക്യാമറമാൻ ഇതുവരെ ഛത്തീസ്ഗഡിൽ നിന്ന് വന്നിട്ടില്ലാണ്. മനസ്സിലായില്ലേ? ജനം പോലുള്ള ചാനലുകളുടെ ക്യാമറമാന്മാരെ ഒഴികെയുള്ള ബാക്കി എല്ലാ ക്യാമറമാന്മാരും ഛത്തീസ്ഗഡിലായിരുന്നല്ലോ ഈ കഴിഞ്ഞ ദിവസം വരെ. അപ്പൊ അതുകൊണ്ട് മ്യാൻമറിൽ ചോര കുടിക്കുന്ന ബുദ്ധനെ കുറിച്ച് പറയുമ്പോഴും രാവണനെ അറിയാത്ത വേടൻ, അങ്ങനെയുള്ള വേടൻ പറഞ്ഞ രാമനെ അറിയില്ല, രാവണനെ അറിയാം. സ്വാഭാവികമാണല്ലോ, രാവണനെ ആരാധിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നത്. അത് നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ മാനഭംഗപ്പെടുത്തിയ രാവണനെ ആദരിക്കുന്ന ആളിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഭരണകൂടം എന്ന് പറയുന്നത് രാവണ രാജാണ്. അപ്പൊ അതുകൊണ്ട് വേടനെ പോലെയുള്ളവർക്ക് അവര് രാവണനെ അറിയുള്ളൂ. കേരളത്തിൽ രാവണ രാജാണ് നടക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങളുടെ മാനം തെരുവിൽ വിൽക്കപ്പെടുകയാണ്. ഇപ്പോ നമുക്കറിയാം, ഈ ഗോവിന്ദസ്വാമിമാരിൽ നിന്നും വേടനിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ പാടുപെടുകയാണ് കേരളത്തിലെ കുട്ടികളെന്ന് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്റ്റേറ്റിന്റെ ഔദ്യോഗിക പരിപാടികളിലെ താരമാണല്ലോ വേടൻ. ഒരുപക്ഷെ ഇനി കേരളത്തിൽ ഒരു അവാർഡ് കൂടെ ഏർപ്പെടുത്തിയേക്കാം. ഒരു കേരള ബലാത്സംഗ സ്ത്രീയെന്നോ വല്ലോ പറഞ്ഞിട്ട് അവാർഡ് ഏർപ്പെടുത്തിയിട്ട് അത് ആദ്യ പുരസ്കാരം വേടനൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതാണ് കേരളം. അങ്ങനത്തെ ഒരു ഗതികെട്ട കാലത്താണ് കേരളം കടന്നു പോകുന്നത്. വളരെയധികം നന്ദി ശ്രീ എൻ ആർ മധു പ്രതികരിച്ചതിന്. ജിജീഷിലേക്ക് വീണ്ടും. ജിജീഷ്, അന്ന് കിട്ടിയ വനിതാ മതിലൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യം കൂടിയാണ് വരുന്നത്. ഈ സർക്കാരിൻ്റെ പൊതുപരിപാടികളിലൊക്കെ പ്രത്യേകിച്ച് സംഗീത നിശ അവതരിപ്പിക്കാൻ വേടന് പിന്നീട് എപ്രകാരം അവസരങ്ങൾ വർദ്ധിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി ഒരു മേഖലാ അവലോകന യോഗമുണ്ടായിരുന്നു സർക്കാർ നടത്തിയ. അതിൽ മുഖ്യമന്ത്രി വേടന് പിന്നീട് പൊതുജന മധ്യത്തിൽ വെച്ച് കൈ കൊടുക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സംരക്ഷണം വ്യക്തമാണ്. അനു, ഇവിടെ വേടനെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ ഏതാണ് എന്ന് വളരെ നാളുകൾക്ക് മുമ്പ് വേടൻ ആദ്യ കേസിൽ പെട്ടപ്പോൾ തന്നെ വ്യക്തമായതാണ്. ആ ഒരു കേസിൽ വേടൻ ഉൾപ്പെടുന്നു. വേടൻ്റെ സ്റ്റേജ് ഷോകൾ പലരും റദ്ദാക്കുന്നു. വലിയ തോതിൽ വേടനെതിരെ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു. അതേ ഭാഗത്ത് വേടനെതിരായ പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ വേണ്ടിയും വേടൻ ഒരു നിരപരാധിയാണ്, വേടൻ സംരക്ഷിക്കപ്പെടേണ്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ ഒരു വീരപരിവേഷം നൽകിക്കൊണ്ട് മാറ്റുകയായിരുന്നു സർക്കാർ ചെയ്തത്. അങ്ങനെയാണ് സർക്കാരിൻ്റെ തന്നെ പരിപാടിയിൽ വേടനെ വിളിച്ചു വരുത്തുന്നു. സർക്കാരിൻ്റെ പരിപാടിയിൽ വേടൻ്റെ റാപ്പ് സംഗീതം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം വേടന് നൽകിക്കൊടുത്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെ വേടന് ഒരു കൃത്യമായ ഒരു കുട പിടിച്ച് നൽകുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, വേടൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കേസുകളിലും ഇത്തരത്തിൽ തങ്ങൾക്ക് സംരക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ തങ്ങളാൽ സംരക്ഷിക്കപ്പെടേണ്ട ആളുകളെ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം എന്ന് കൃത്യമായ ഒരു അജണ്ടയിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ്. അങ്ങനെയാണ് ഈ കൊടിസുനിയുടെ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തക ശ്രീ അഞ്ജു പാർവതി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഞ്ജു, ഈ വേടനെതിരായ പീഡന കേസ് പരാതിയായി നൽകിയിട്ടും കേസായിട്ടും വേടൻ എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെ പോലീസിന് ഉത്തരമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോൾ നൽകുന്ന വാർത്ത വേടനെ സംരക്ഷിക്കുന്നത് ഉന്നത രാഷ്ട്രീയ വൃത്തങ്ങൾ തന്നെ എന്നതാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെയായിരുന്നു. കാരണം ഈ ഒരു വേടനെതിരെയുള്ള ആരോപണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നും അല്ലല്ലോ. ഇത് ആദ്യത്തെ മീറ്റു തുടങ്ങിയപ്പോൾ തന്നെ വേടനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. കാരണം ഇവിടെ ഒരു നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടതോരം ചേർന്ന് പോകുന്ന ആൾക്കെതിരെ പീഡനാരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരേ സമയം അത് ഫെമിനിസ്റ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ എന്താ പറയാ, ഇരയ്ക്കൊപ്പം നടക്കുന്നു എന്ന് കാണിച്ചിട്ട് വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു രീതി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പീഡനങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് ഓപ്പോസിറ്റ് സൈഡിലുണ്ടെങ്കിൽ ഒരു ആരോപണം വന്നാൽ മതി, അന്നേരം അയാളെ ടാർഗറ്റ് ചെയ്തിട്ട് കൂട്ടത്തോട് ആക്രമിക്കുകയും നേരെ മറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ആ വേട്ടക്കാരനെന്ന് കണ്ടു കഴിഞ്ഞാൽ സംരക്ഷിക്കുന്നത്. ഇത് ഇന്നലെ തുടങ്ങിയ ഒരു പരിപാടിയല്ല. പിന്നെ വേറൊരു ഒരു വിഷയത്തിൽ വരുവാണെങ്കിൽ വേടൻ മാത്രമല്ല നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര് കുറ്റം ചെയ്തു കഴിഞ്ഞാലും അവരെ ഒരേ രീതിയൊന്നും അല്ല ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജാതിക്കാട് എടുത്ത് കളിക്കും. അപ്പൊ വേടന്റെ വിഷയത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. കഞ്ചാവ് കേസിന്റെ ഇത് വന്നപ്പോൾ പോലും വേടന്റെ അത് പലരും പ്രമുഖരായിട്ടുള്ള പലരും പ്രതികരിച്ചൊരു രീതി ഉണ്ടല്ലേ, എന്താണ് ഇത്ര ഗ്രാമല്ലേ ഉള്ളൂ. കാരണം ആലോചിച്ച് നോക്കുക, അത് സൊസൈറ്റിക്ക് വേറെന്നൊക്കെ സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് ഒളിച്ച് ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഓക്കെ, റാപ്പർ ആണെന്ന് ആസ് എ പേഴ്സൺ, ഓക്കെ റാപ്പർ അങ്ങനത്തെ ഉള്ള രീതിയിൽ നമ്മൾ അംഗീകരിക്കുന്ന ഒപ്പം തന്നെ ബട്ട് ഹി ഈസ് ഗിവിംഗ് എ വെരി ബാഡ് മെസ്സേജ് ടു സൊസൈറ്റി. നമ്മളൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഞാനൊക്കെ എൻ്റെ കുട്ടികളോടൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നിങ്ങൾ റാപ്പൊക്കെ ആസ്വദിച്ചോളൂ, പക്ഷെ ഒരിക്കലും ഒരു റോൾ മോഡൽ ആക്കരുത് വേടനെ. കാരണം അയാൾ എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഇതിപ്പോൾ ആദ്യത്തെ ആരോപണമാണോ? ഒരു മീറ്റു കേസ് ഉണ്ടായിരുന്നു, അവർ സ്കേർട്ടിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഒന്നോ രണ്ടോ ആ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും നമ്മളത് കണ്ടതാണ്. പിന്നീട് മറ്റൊന്ന്
ആ കഞ്ചാവ് കേസ് വന്നു. അതും കഴിഞ്ഞിട്ട് ഇപ്പൊ വ്യക്തമായിട്ട് അതിജീവിത മുന്നിൽ നിൽക്കുവാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് വഞ്ചനാ കുറ്റമാണ് ആക്ച്വലി, അല്ലേ? നമുക്കത് അറിയാൻ പറ്റും. കാരണം വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയ വഞ്ചന, ആ രീതിയിൽ തന്നെയാണ് നമ്മളത് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വഞ്ചനാ കുറ്റം എന്നുള്ള രീതിയിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പീഡനം എന്നൊക്കെ പറയുമ്പോൾ പല വകുപ്പുകളെയും വിമൻ കാർഡ് ഇറക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു വിഷയത്തിൽ ജാതീയത കളിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ബാക്കി ഓപ്പോസിറ്റ് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ നോക്കുവാണ്. ആ അതിജീവിതം എന്ന് വെച്ചാൽ പെൺകുട്ടി മറ്റൊരു കാസ്റ്റിലുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കളിക്കാൻ ഉണ്ടാകുന്ന സവർണ്ണ ജാതീയത എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് അതെടുത്തിട്ട് കളിക്കുമായിരുന്നു, അല്ലേ? ഇപ്പൊ ഇവിടെ അത് അവർക്ക് പറ്റുന്നില്ല. പക്ഷേ ഇത് എന്താ പറയാ, വളരെ ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ്. ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അനീതിയാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും ശ്രീ അഞ്ജു, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ പീഡന കേസ് എന്ന് മാറ്റി വഞ്ചന കേസ് എന്ന് തന്നെ നമ്മൾ വിളിക്കുകയാണെങ്കിലും അതിൽ സാമ്പത്തിക തട്ടിപ്പ് കൂടി വരുന്നുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് വേടനെതിരെ ചാർത്താൻ കഴിയുന്ന രീതിയിലുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, താങ്കളുടെ സ്റ്റുഡൻസിനോട് പോലും പറയാറുണ്ട് ഇങ്ങനെ ഈ പാട്ട് ആസ്വദിച്ചോളൂ, പക്ഷേ ഒരിക്കലും മാതൃകയാക്കരുതെന്ന്. കേരളത്തിലെ ഒരു പ്രമുഖ യുവജന സംഘടന യൂത്ത് കോൺഗ്രസ്, മറ്റാരുമല്ല, ആലപ്പുഴയിൽ സംസ്ഥാന ക്യാമ്പിൽ അവതരിപ്പിച്ച ഒരു സംഘടനാ പ്രമേയമുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ റാപ്പർ വേടനെ മാതൃകയാക്കണം എന്നതാണ്. അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുതയാണത്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വേടന് സപ്പോർട്ട് കൊടുക്കുവാണ്. ആദ്യത്തെ ഒരു കഞ്ചാവ് കേസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വേദികൾ കൊടുത്തത് നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ സഖാവ് ഗോവിന്ദൻ സഖാവാണ് ആസ്ഥാന ഗായകൻ എന്നുള്ളൊരു പ്രിവിലേജ് കൊടുക്കുവാണ്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേടന്റെ പാട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം എന്ത് രീതിയിലുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേടൻ ഒക്കെ റാപ്പർ എന്നുള്ള രീതിയിലൊക്കെ ആ സംഗീതം ആസ്വദിക്കട്ടെ, ഒരു സംഗീതം തന്നെയാണ്, ഒരു തരത്തിലുള്ള സംഗീതം. പക്ഷേ ഇങ്ങനെ വരികൾ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാനും വേണ്ടി ഉദാത്തമാണോ അദ്ദേഹത്തിന്റെ സംഗീതം? എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. വേദിയിൽ കയറി നിന്നിട്ട് നമുക്ക് എന്താ പറയാ, പൊതുസമൂഹത്തിന് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ വെച്ചിട്ടൊരു പാട്ട്, അല്ലേ? അപ്പൊ ഇയാൾ എന്താണ് റെപ്രസെന്റ് ചെയ്യണം? ഇയാൾക്ക് എപ്പോഴും ഇവിടെ ജാതീയമായിട്ടുള്ള കുത്തിത്തിരിപ്പ്. നമ്മൾ നവോത്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്, ജാതി എന്നുള്ളൊരു എലമെന്റിൽ നിന്ന് മാറി നടക്കുവാനാണ് ശരിക്കും നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും. ബിക്കോസ് ഈക്വാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി കൊടുക്കുകയാണ്. പീപ്പിൾ എല്ലാ ആൾക്കാരും തുല്യരാണെന്നുള്ള രീതിയിലാണ് പുതുതലമുറയെ നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോൾ ഇയാള് ശരിക്കും സ്പ്ലിറ്റ് ചെയ്യുവാണ്. അതായത് രണ്ട് തട്ടുകളാക്കുവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയണം, വേടന്റെ മറ്റൊരു ഏറ്റവും സങ്കടകരമായിട്ടൊരു ഇത് തോന്നിയത് DNA, അല്ലെ? എനിക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു DNA ഇല്ലായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഉഴവൂറിന്റെ പ്രിയപ്പെട്ട നമ്മുടെ KR നാരായണൻ നമ്മുടെ മുന്നിൽ വലിയൊരു ലിവിങ് എക്സാമ്പിളായിട്ട് നിൽപ്പുണ്ട്. കേരള യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞാമൻ സാർ, എക്കണോമിക്സ്. അപ്പൊ ഇതൊക്കെ ഏതിൽ നിന്ന് വന്നതാണ്? അപ്പൊ ഇദ്ദേഹത്തിന് എപ്പോഴും എങ്ങനെയാണ് കാണിക്കാനായിട്ട് വേണ്ടിയിട്ട് ഒരു ദളിത് കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ സമൂഹത്തിന് മുന്നിൽ കാണിക്കണം, ഞാൻ നിങ്ങളുടെ നവോത്ഥാന നായകൻ, സെക്കൻഡ് നമ്മൾ പറയുമല്ലോ രണ്ടാമത്തെ അയ്യങ്കാളി എന്നുള്ള രീതിയിലുള്ള ഒരു തനിയെ പുള്ളി ഒരു അവരോധിക്കപ്പെടുകയാണ്, അല്ലേ? പുള്ളി തന്നെ അങ്ങനെ ആക്കി കാണിക്കുകയാണ്. ഒരു പൊയ്കയിൽ അപ്പച്ചൻ, ഇപ്പോഴത്തെ കാലത്തെ പൊയ്കയിൽ അപ്പച്ചനോ അയ്യങ്കാളിയോ ഒക്കെ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു അജണ്ടയുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഒരു സമൂഹം ഒരിക്കലും ഒന്നായിട്ട് പോകരുത്. യങ്സ്റ്റേഴ്സ് ഭിന്നിച്ചു പോകണം. ആ രീതിയിൽ യങ്സ്റ്റേഴ്സ് എന്നല്ല, എല്ലാവരും ഭിന്നിച്ചു പോകണം. എപ്പോഴും ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ, ഇവിടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പറയേണ്ടത്. കാരണം ഹിന്ദുക്കൾ ഇങ്ങനെ ഭിന്നിച്ച് ജാതീയത പറഞ്ഞു നിൽക്കുമ്പോൾ മറ്റു പല രീതിയിലുള്ള അങ്ങനത്തെ കുറെ എലമെന്റ്സ് ഇതിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മളിതൊന്നും കാണുന്നില്ല. കാണുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ വേടനെ ടാർഗറ്റ് ചെയ്യുന്നു. സവർണ ഇവിടെ ഏറ്റവും കൂടുതൽ ഇളക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർണ ഇത് നമ്മൾ പറയില്ല ബ്രാഹ്മണിക്കൽ ഹെജ്മണി. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന വാക്കുകളിൽ പോലും അതിന്റെ പറയുന്ന സത്ത എന്താണെന്ന് ശ്രദ്ധിക്കാതെ അവിടെ ഒരു ജാതീയമായിട്ടുള്ള കുത്തിത്തിരിപ്പ് അത് എല്ലാ പാർട്ടികളും, പ്രത്യേകിച്ചും ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഇടതിനും വലുതിനും അതൊരു ഇതാക്കി വെച്ചു, ഒരു പ്രിവിലേജ് ആക്കി വെച്ചു എന്നാണ് പറയേണ്ടി വരിക. അപ്പോ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, അധ്യാപിക ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലെ കുടുംബത്തിലുള്ള കുട്ടികളായിക്കോട്ടെ, പഠിപ്പിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഞാൻ പറയും പാട്ട് ആസ്വദിച്ചോളൂ, പക്ഷെ നെവർ സെറ്റ് വേടൻ ആസ് എ റോൾ മോഡൽ. അത് മാത്രമാണ് എനിക്ക് സൊസൈറ്റിയിൽ പറയാനുള്ളത്. ഒരാളും വേടനെ റോൾ മോഡൽ ആക്കാൻ എന്ത് കാണിച്ചാ റോൾ മോഡൽ ആക്കേണ്ടത്? കഞ്ചാവ് വലിക്കുന്നത് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഈ കുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക, സാമ്പത്തികമായിട്ട് വഞ്ചിക്കുക, ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതിജീവിതം എന്നുള്ളൊരു വേർഡ് തന്നെ നമുക്ക് പറയുമ്പോൾ മേ ബി അതൊരു റേപ്പോ ആ രീതിയിലുള്ള പീഡനമോ അല്ല. പക്ഷെ ഒരു കുട്ടീനെ നമ്മൾ മാനിപ്പുലേഷൻ അവിടെ നടക്കുവാണ്. അത് ഒരു തരം ടൈപ്പ് ഓഫ് ഇതാണ് മാനിപ്പുലേറ്റീവ്. ഒരു നമ്മൾ പറയുമല്ലോ വഞ്ചിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്, കൂടെ ഉണ്ട് എന്ന് കാണിച്ചിട്ട് ചതിക്കുകയാണ്. ഒരു ടൈപ്പ് ഓഫ് ശരിക്കും വഞ്ചന തന്നെയാണത്. എന്നിട്ട് സെഡ്യൂസിങ് ആണ്. അതായത് എൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ നിനക്കൊപ്പം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ളൊരു വഞ്ചന. അപ്പൊ അവര് കൃത്യമായിട്ട് അവിടെ കോർട്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് വേടനെതിരെ ആരോപണം വന്നപ്പോഴൊക്കെ പലപ്പോഴും കേസിൽ പോകാനായിട്ട് മുന്നിൽ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലേ. കാരണം എന്തുകൊണ്ടായിരിക്കും ആ ഒരു വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം. ഇരകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൊസൈറ്റിയിൽ ആരെയാണ് അപ്ലിഫ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്? ദളിതർ. പക്ഷെ വേടൻ ഒരു സൈഡിൽ ദളിതർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് കാണിച്ചിട്ട് ദളിത് പെൺകുട്ടികളുടെ
മാനത്തിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര കോമഡി എന്ന് പറയാം. പക്ഷെ ഇതിലൊന്നും ആർക്കും പരാതിയില്ല. അതാണ് സങ്കടകരമായിട്ടുള്ള വസ്തുത. നമുക്കെപ്പോഴും വേണ്ടത് ഒരു വേട്ടക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതോരം ചേർന്ന് നടക്കാത്തതോ നമുക്ക് താല്പര്യം. ഇവിടുത്തെ ഫെമിനിസ്റ്റ് ഇത് നമ്മൾ തീർച്ചയായിട്ടും പറയണം. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഫെമിനിസ്റ്റ് കസേര കയറിയിരിക്കുന്ന സ്ത്രീകൾ എപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒരു ആരോപണം ഏറിക്കൂടെ ഒരു ആരോപണം പോയാൽ മതി, ഏണി വെച്ച് പിടിക്കും. ഒരു ഭയങ്കര പ്രശ്നമായിട്ട് അങ്ങ് മാനിപ്പുലേഷൻ നടക്കും. നേരെ മറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകളോട് കൂടി തന്നെ അതിജീവിതം മുന്നിൽ നിന്നാലും അത് കാണില്ല. അവിടെ മാപ്പ് കൊടുക്കൽ നീതിയാണ്, പൊറുക്കൽ നീതിയാണ്. ഇത് നമ്മൾ കുറെ കണ്ടതാണല്ലോ. തീർച്ചയായും വളരെ നന്ദി ശ്രീ അഞ്ജു പാർവതി. പ്രതികരിച്ചതിന് സാമൂഹ്യ പ്രവർത്തക അഞ്ജു പാർവതിയാണ് നമ്മളോടൊപ്പം ഇത്രയും സമയം പ്രതികരിച്ചത്. തീർച്ചയായും അഞ്ജു പറഞ്ഞതുപോലെ തന്നെ ഈ ഇരകളോടൊപ്പം അല്ല വേട്ടക്കാരനോടൊപ്പം എന്ന നയമാണ് സ്വീകരിക്കുന്നത് എന്ന് പറയാതെ വയ്യ.